പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CBSE 8th ക്ലാസ്സിലെ 10.2 എന്ന എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇത്തിരി സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ലെസണിൽ ഇത്തിരി ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. എക്സ്പ്രസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ഇൻ എ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് 1 മൈക്രോൺ. എന്നിട്ട് അവർ തന്നിട്ടുണ്ട് എന്ത്, 1 മൈക്രോൺ ഈക്വൽ ടു 1 ബൈ എന്ന് പറഞ്ഞിട്ട് 1 ഇട്ടിട്ട് 1 2 3 4 5 6 സീറോസാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 1 ഇട്ടിട്ട് ഇത്രയും സീറോസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ എങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ നമുക്കറിയാം എന്താണ് ഇത്, നമ്മളെപ്പോഴും ഇവിടെ എടുക്കുന്ന നമ്പേഴ്സിനെ, അപ്പോൾ 1 നമ്മൾ അങ്ങനെ തന്നെ എഴുതി 1 അല്ലേ, തന്നിരിക്കുന്ന മുകളിലത്തെ നമ്പർ അങ്ങനെ എഴുതി ഇൻറ്റു ഇവിടെ എത്ര ഇത് സീറോസ് ഉണ്ട്, 6 1 2 3 4 5 6 10ൻ്റെ പവറായിട്ട് ഇവിടെ തന്നെ എഴുതുകയാണെങ്കിൽ നമുക്ക് 10⁻⁶ എന്ന് എഴുതാം ആണല്ലോ. അത് ഈ ഇതിൻ്റെ മുകളിലേക്ക് ന്യൂമറേറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ എന്തായി മാറിയത് 10⁻⁻6. ഇവിടെ ഒരു യൂണിറ്റ് തന്നുണ്ട്, അതങ്ങനെ തന്നെ എഴുതി. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ്, ആദ്യം തന്നിട്ടുള്ള രീതിയിൽ 1/10⁻⁶ എന്ന് എഴുതാം. ബൈ എന്നുള്ളത് മാറ്റാൻ നമ്മളത് ന്യൂമറേറ്ററിൻ്റെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറി 10⁻⁻6. 1 × 10⁻⁻6. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. ഓക്കെ, ഇനി അടുത്തൊന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചാർജ് ഓഫ് ഇലക്ട്രോൺ. ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ സീറോസാണ്. 3 6 9 12 15 18 സീറോസ് കഴിഞ്ഞിട്ട് 16 കൊളംബ് എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഏത് രൂപത്തിലാണ്, സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതണം. സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ തന്നിട്ടുള്ള ആ ഡിജിറ്റിനെ അല്ലേ, നമ്പേഴ്സിനെ നമ്മൾ 1.6 എന്നുള്ള രീതിയിൽ എഴുതി ഇൻറ്റു 10⁻². ഇനി നമുക്ക് എന്താണ്, പവറാണ് നോക്കേണ്ടത്. പവർ ഓൾറെഡി ഒരു ഡെസിമൽ പോയിൻ്റ് തന്നിട്ടുണ്ട്. ആ ഡെസിമൽ പോയിൻ്റ് നമ്മൾ എങ്ങടാണ് മാറ്റണം, 1ൻ്റെ അവിടേക്ക് മാറ്റണം. എത്ര സീറോസ് ഉണ്ടെന്ന് പറഞ്ഞു, മൊത്തം 18 സീറോസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 18 സീറോസും പിന്നെ ഒരു 1 കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിൻ്റ് ഇട്ടത് അല്ലേ. അപ്പോൾ 19 ആണ് നമുക്ക് പവർ വരിക. പോസിറ്റീവ് വരും നെഗറ്റീവ് വരും. ഇതൊരു ചെറിയ നമ്പറാണ്, ചെറിയ ഡെസിമൽ സീറോസ് ഇട്ടിട്ടുള്ള നമ്പറാണ്. ഈ നമ്പറിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നെഗറ്റീവാണ് ഇടുക. അപ്പം നെഗറ്റീവ് 19. 1.6 × 10⁻⁻19. മനസ്സിലായില്ലേ. സീറോസ് 18 ഉണ്ടായിരുന്നു, 1 ഒരെണ്ണം കൂടി 19 നെഗറ്റീവ് വരാൻ കാരണം ഓൾറെഡി ഇവിടെ ഒരു ഡെസിമൽ പോയിൻ്റ് കിടക്കുന്നുണ്ട്. ആ നമ്പറിനെയാണ് നമ്മൾ, ആ പോയിൻറ്റിനെയാണ് നമ്മൾ 1 പോയിൻറ്റിലേക്ക് മാറ്റിയത്. അപ്പോൾ ചെറിയ നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിലാകുമ്പോൾ നെഗറ്റീവ് ഇടണം. നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഡെസിമൽ പോയിൻ്റ് വന്നിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈസ് ഓഫ് എ ബാക്ടീരിയ ഈസ് തന്നിട്ടുള്ള എന്താണ്, 0.000005 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം എന്താണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോൾ എന്താണ്, ഡിജിറ്റ് ആദ്യം എഴുതണം. 5 പോയിൻ്റ് ഇട്ട് കൊടുക്കാൻ വേറെ നമ്പേഴ്സ് ഒന്നുമില്ല. 5 × 10⁻². ഇനി എന്താണ്, ഓൾറെഡി ഡെസിമൽ പോയിൻ്റ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എങ്ങോട്ട് മാറ്റണം, 1 2 3 4 5 6 7 പ്ലേസ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത് അല്ലേ. അപ്പോൾ 10⁻⁻7 യൂണിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, മീറ്റർ, അതങ്ങനെ തന്നെ എഴുതി. മനസ്സിലായല്ലോ. അടുത്തത്, സൈസ് ഓഫ് എ പ്ലാന്റ് സെൽ ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റൻ ഉണ്ട്. 0.0001275 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, നമ്പറിനെ ഇങ്ങനെ നമ്പർ ഡിജിറ്റ് ആദ്യം എഴുതാം. അതായത് 1.2 ബാക്കിയുള്ള നമ്പർ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 75 × 10⁻². ഓക്കെ, ഇവിടെ വരെ ഒക്കെയാണല്ലോ. അപ്പോൾ ഈ ഡെസിമൽ പോയിൻ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. 1 2 3 4 5 പ്ലേസ് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ 10⁻⁻5 അത്രയ്ക്കും മീറ്റർ. ഓക്കെ, അതാണ് അതിൻ്റെ യൂണിറ്റ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, തിക്നെസ് ഓഫ് എ തിക്ക് പേപ്പർ. ഒരു പേപ്പറിൻ്റെ തിക്നെസ് തന്നിട്ടുള്ള എന്താണ്, 0.07 മില്ലിമീറ്റർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ എപ്പോഴും നമുക്കറിയാം എന്താണ്, നമ്പർ ആദ്യം എഴുതണം. അപ്പോൾ 7 × 10⁻². ഇനി എന്താണ്, എത്ര പ്ലേസ് മൂവ് ചെയ്യണം, ഇവിടെയാണ് കിടക്കണേ 1 2 അല്ലേ. 7 കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത്. 2 പ്ലേസ് ആണ്. നെഗറ്റീവ് വരും പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും. കാരണം എന്താണ്, ഈ ഡെസിമൽ പോയിൻ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതൊരു ചെറിയ നമ്പറിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയത്. അപ്പോൾ -2. 7 × 10⁻⁻². ഓക്കെ, ഇവിടെ വരെ മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോബ്ലം ആണ്. ഞാൻ വായിക്കാം. ഇൻ എ സ്റ്റാക്ക് ദെയർ ആർ 5 ബുക്സ്.
തിക്നെസ് 5 ബുക്സ് ഉണ്ട്, 5 ബുക്ക് ഉണ്ട്, അവിടെ തിക്നെസ് എന്ന് പറയുന്നത് 20 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റാക്കിലുണ്ട്. ഇനി എന്താ പറയുന്നത്, അവിടെ വേറെ എന്തുണ്ടെന്ന് പറയണേ, ആൻഡ് 5 പേപ്പർ ഷീറ്റ്, 5 പേപ്പർ ഷീറ്റ് ഉണ്ട്, അതിൻ്റെ തിക്നെസ് എത്രയാണ് പറയുന്നത്, 0.016 മില്ലിമീറ്റർ ആണ് പറഞ്ഞു. ഓക്കെ, ടോട്ടൽ തിക്നെസ് ഓഫ് എ സ്റ്റാക്കിൻ്റെ ടോട്ടൽ തിക്നെസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞു, 5 ബുക്ക് ഉണ്ട്, 5 ബുക്ക് ഉണ്ട്. ആ ബുക്കിൻ്റെ തിക്നെസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 20 മില്ലിമീറ്റർ. ആ ബുക്കിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 20 മില്ലിമീറ്റർ ആണ്. ഓക്കെ, പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞു, 5 പേപ്പർ ഷീറ്റ് ഉണ്ട് അല്ലേ, അതിൻ്റെ തിക്നെസ് എത്ര പറഞ്ഞിരിക്കുന്നത് 0.016 മില്ലിമീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, അത് ആ 5 ഇൻറ്റു 0.016ഉം 5 ഇൻറ്റു നേരത്തെ പറഞ്ഞുള്ള 20 തിക്നെസ്സും അല്ലേ. അപ്പോൾ നമുക്കിത് മൾട്ടിപ്പിൾ ചെയ്യണം ആദ്യം, എന്നിട്ട് അവർ തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ. ഇവർ തമ്മിൽ ആദ്യം എത്ര തിക്നെസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 5 ഇൻറ്റു 2 10, ഒരു 0യും കൂടി ഉണ്ട്. അപ്പോൾ 100 മില്ലിമീറ്റർ ബുക്കിൻ്റെ ആയി. ഇനി ഇതിൻ്റെന്ന് പറഞ്ഞാൽ നമ്മൾ 16നെ 5 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ എത്ര വരുന്നത്, 16 ഇൻറ്റു 5 നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് 16 ഇൻറ്റു 5, 6 5 30, ഒരു 5 3 8 80. ഓക്കെ, അപ്പോൾ 80 ഓൾറെഡി ഉണ്ട്. പിന്നെ എത്ര പോയിൻ്റ് ഉണ്ട് നമുക്ക്, 1 2 3, 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിൻ്റ് വേണം. അപ്പോൾ 1 2 3 എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്രയ്ക്കും മില്ലിമീറ്റർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്ത്, രണ്ടിൻ്റെയും തിക്നെസ്. ഇനി ടോട്ടൽ തിക്നെസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് സ്റ്റാക്കിൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നത്, രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യാമെന്നൊന്ന് നോക്കിയാൽ, 100 പ്ലസ് 100 കൂടെ ആഡ് ചെയ്യേണ്ടത് എന്താണ്, പോയിൻ്റാണ്. അപ്പോൾ 100ൻ്റെ കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പോയിൻ്റുള്ളത് ആഡ് ചെയ്യാൻ. 080 അങ്ങനെ വേണം ആഡ് ചെയ്യാനായിട്ട്. ഇവിടെ ഒന്നുമില്ല, ഇവിടെയൊക്കെ 00 വേണം ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക, 100.080. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് വരിക, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 100.080 മില്ലിമീറ്റർ. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരിക. 100.080 മില്ലിമീറ്റർ എന്നാണ് നമുക്ക് ആൻസർ വരിക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് എന്ത് രൂപത്തിൽ എഴുതാം, നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണമെങ്കിൽ എന്ത് വരും, നമുക്ക് അറിയാം നമ്മൾ 1 പോയിൻ്റ് ഇട്ടിട്ടാണ് എഴുതുക ആണല്ലോ. എപ്പോഴും നമ്മൾ ആൻസർ ചെയ്താൽ 1 പോയിൻ്റ് ഇട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണമെങ്കിൽ എന്ത് എഴുതാം, 1 ഇൻറ്റു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1.0008 നമ്പർ വരെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. 1.008 1.0008 അവിടെ വരെ കൊടുക്കാമല്ലോ. കാരണം എന്താണ്, നമുക്ക് നമ്പർ ഇട്ടിട്ട് ബാക്കി ഡിജിറ്റ് വരുന്നതും കൂടി ചേർത്ത് എഴുതി ഇൻറ്റു 10⁻². എങ്ങോട്ടാണ് ഇത് മൂവ് ചെയ്തത്, ഓൾറെഡി ഇവിടെ ആയിരുന്നു, അത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 10⁻². ഈ മൈനസ് ഓൾറെഡി ഇവിടെ ആയിരുന്നു, അതിന് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ എന്താണ് 10⁻² ആയി മാറി. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയ്ക്കും മില്ലിമീറ്ററാണ് അതിൻ്റെ തിക്നെസ് വരുന്നത്.